എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രേണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം 24-ാം തീയതി മാർച്ച് 24 വാവയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയപ്പോൾ ഞങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റില്ല. അന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേക്ക് കട്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് 2 ദിവസം മുമ്പ് വാവക്കൊരു ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അത് രാത്രി ആയതുകൊണ്ട് ഇത്തിരി വെളിച്ചം കുറവുണ്ട്, എന്നാലും ഒരു കുട്ടി സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതി. അതാണ് മെയിനായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്നാൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ആദ്യം കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് ചിരിച്ചെങ്കിലും പിന്നീട് കണ്ടപ്പോൾ കരഞ്ഞു. അത് എന്തിനാ കരഞ്ഞതെന്നാവും. അപ്പോൾ അമ്മയും അനിയൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരും കൂടി പോയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇനി കൂട്ടുകാരന്മാരെ കണ്ടിട്ടാണോ കരയണേന്നാവും. പക്ഷേ ഈ കൂട്ടുകാരന്മാരൊക്കെ അവൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കയറ്റിയിരുത്തി ഓടിക്കാൻ നോക്കിയപ്പോഴും കരച്ചില്ല. ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയൊക്കെയാണെന്ന് അവരിതേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓടിക്കണോ അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു തന്നു. കുറച്ചേപ്പോഴേക്കും അവരൊക്കെ പോയി. അപ്പോൾ ഇതേ ആശാൻ ഒറ്റയ്ക്ക് കയറുന്നു. എന്താ സ്വിച്ച് കണ്ടാൽ പിന്നെ അവൻ ഞെക്കാണ്ടിരിക്കില്ല. സ്വിച്ചുമ്പോൾ തന്നെ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കലായിരുന്നു. എന്തായാലും അവന് ഭയങ്കര ഇഷ്ടമായി. മേഡം ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ. അത് ഭയങ്കര തുള്ളിക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആശാൻ. അപ്പക്കാരനെങ്കിലും പിന്നെ ആശാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാണ് ചേട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പം ആശാൻ തണ്ണിമത്തതാണ് കാണിക്കണണ്ട്. ഇപ്പം അങ്ങോട്ട് മുഴുവൻ തരുന്നതുകൊണ്ടാണ്. വെറുതെ കുരു വറുക്കി കയ്യിൽ വെച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടി. ഇതൊന്നും കഴിക്കില്ല. അപ്പം കേക്ക് വാങ്ങണമെന്ന് വെച്ചപ്പോൾ ഞാൻ വാങ്ങണ്ടെന്ന് വെച്ചാൽ എന്തായാലും വൈകുന്നേരം എന്തായാലും അങ്ങോട്ട് പോയിരുന്നു. അപ്പം അതുകൊണ്ട് വീട്ടിൽ ആരും തന്നെ ഉണ്ടാവില്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിലും അവന് കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഷോർട്സ് ആക്കി ഇടാട്ടോ. പിന്നെ ചെറിയ ഫോട്ടോഷൂട്ട് വീഡിയോൻ്റെ ലാസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ അപ്പുറത്തെ തറവാട്ടിലേക്കുള്ള റോഡ് ശരിയാക്കണേന്ന് ടൈലൊക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറയായിരുന്നു ഞങ്ങളുടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയായിരിക്കും ടൈലിട്ടേ. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി ഇറക്കിയത് ഇപ്പം തറവാട്ടിൽ കൊണ്ടുവന്നൊക്കെയാണ്. അപ്പം അതേ ഉണ്ണിക്കൂട്ടൻ അവൻ അതിലിരുത്തി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരായിരുന്നു. ഇതാണ് അമ്മാമ്മയും മാമനും കൂടി വാവക്ക് കൊടുത്ത ഗിഫ്റ്റ്. അപ്പം ഇതെങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായി. വാവയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ വണ്ടിയിൽ ഇറങ്ങാറില്ല. എപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അമ്മ 1 കൊല്ലം മുമ്പ് തൊട്ട് പറയണേ ഇത് വാങ്ങണം. ഏത് കടയിൽ കണ്ടാലും ഇത് നോക്കിക്കൊണ്ടേയിരിക്കും പറയുകയും ചെയ്യും. ഇങ്ങനെ അമ്മയുടെ ആഗ്രഹം സാധിക്കും. തറവാട്ടിൽ കൊണ്ടുപോയി വണ്ടി കയറ്റിയപ്പോൾ ആൻറ്റി പറയണായിരുന്നു. ആൻറ്റി പണ്ട് തൊട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ആൻറ്റിക്ക് ഇഷ്ടം താറായിരുന്നു. താറ് കൊണ്ടുപോയി ഇടണം എന്നൊക്കെ. അപ്പം ഈ വണ്ടി കൊണ്ടുപോയിട്ടപ്പോൾ പറയണം അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചെന്ന്.